ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിലെ ദ ടോയ്ലറ്റ് എന്ന പാഠത്തിലെ ഒരു റൈറ്റപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. എങ്ങനെയാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് വിജയം നേടുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ ധൈര്യം നൽകിക്കൊണ്ട് നമ്മുടെ സ്വപ്നത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത് എന്ന കാര്യമാണ് നമ്മൾ ഈ ഒരു റൈറ്റപ്പിൽ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ദ പെയിൻ യു ഫീൽ ടുഡേ ഈസ് ദ സ്ട്രെങ്ത് യു ഹാവ് ടുമാറോ. ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വേദനകൾ നാളത്തെ നിങ്ങളുടെ ശക്തിയാണ്. ഹൗ ഫാർ ഈസ് ദിസ് ട്രൂ ഓഫ് എം ലോപ്പേസ് ലൈഫ്. ഇത് എത്രമാത്രം ശരിയാണ് എം ലോപ്പയുടെ ജീവിതത്തിൽ? അറ്റംപ്റ്റ് എ റൈറ്റപ്പ് ഓൺ ഹൗ അവർ പേഴ്സണൽ സ്ട്രഗിൾസ് ഷേപ്പ് അവർ ഫ്യൂച്ചർ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ എങ്ങനെയാണ് ഭാവിയിൽ നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളത് ഈ ഒരു കഥയുടെ അടിസ്ഥാനത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ റീഡിംഗ് ഓഫ് ദ ടോയ്ലറ്റ്. ദ പെയിൻ യു ഫീൽ ടുഡേ ഈസ് ദ സ്ട്രെങ്ത് യു ഹാവ് ടുമാറോ. ഇന്ന് നിങ്ങൾ നേരിടുന്ന വേദനയാണ് നാളെ നിങ്ങളുടെ ശക്തി. ഇത് ഈ ഒരു കഥയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു റൈറ്റപ്പായിട്ട് എഴുതുകയാണ്. പേഴ്സണൽ സ്ട്രഗിൾസ് ഓഫൺ ഷേപ്പ് അവർ ഫ്യൂച്ചർ ആൻഡ് ജിന എം ലോപ്പേസ് സ്റ്റോറി ദ ടോയ്ലറ്റ് ബ്യൂട്ടിഫുള്ളി ഷോ ദിസ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇതൊക്കെയാണ് നമ്മുടെ ഭാവിയിൽ നമ്മളെ സ്വാധീനിക്കുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഈ ഒരു കഥ, ദ ടോയ്ലറ്റ് എന്ന കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇൻ ദ സ്റ്റോറി എം ലോപ്പെ ഷെയർസ് ഹർ ടഫ് ടൈംസ്, അല്ലേ, വളരെ ബുദ്ധിമുട്ടുണ്ടായ ഒരു കാലം, ആൻഡ് ഹൗ ദേ ഹെൽപ്ഡ് ഹർ ഗ്രോ സ്ട്രോങ്ങർ. എങ്ങനെയാണ് ഈ ബുദ്ധിമുട്ടുണ്ടായ ഈ ഒരു കാലഘട്ടം അവരെ കൂടുതൽ ശക്തിയാക്കി മാറ്റിയത് എന്നാണ് ഈ കഥയിൽ പറയുന്നത്. ആഫ്റ്റർ ഫിനിഷിംഗ് ഹർ എക്സാം എം ലോപ്പെ മൂവ് ടു ജോനാസ്ബർഗ് ആൻഡ് സ്റ്റേഡ് വിത്ത് ഹർ സിസ്റ്റർ. അങ്ങനെ പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ എം ലോപ്പെ തൻ്റെ സഹോദരിയായ ഐറീൻ്റെ അടുത്ത് പോയി താമസിക്കുകയാണ്. അത് ജോഹനാസ്ബർഗിലാണ്. ഐറീൻ അവിടെ വീട്ടിലെ ഒരു വേലക്കാരിയായിട്ടാണ് ജോലിയെടുക്കുന്നത്. ഹു വർക്ക്ഡ് ആസ് എ ഡൊമസ്റ്റിക് വർക്കർ. ഷി ഹാഡ് ടു സ്റ്റേ ഹിഡൻ ഇൻ എ സ്മോൾ റൂം ഓൾ ഡേ. അപ്പോൾ നേരിട്ട ഒരു പ്രധാനപ്പെട്ട ഒരു സങ്കടം എന്ന് പറയുന്നത് അവിടെയുള്ള വീട്ടുകാർ അറിയാതെ ഈ റൂമിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒളിച്ചിരിക്കേണ്ടി വന്നു. ഷി ഹാഡ് ടു സ്റ്റേ ഹിഡൻ ഇൻ എ സ്മോൾ റൂം ഓൾ ഡേ. ദിവസം മുഴുവൻ ഈ ഒരു റൂമിനുള്ളിൽ ഒറ്റയ്ക്ക് ഒളിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ അവർക്കുണ്ടായിരുന്നു. ഫീലിംഗ് ഐസൊലേറ്റഡ് ആൻഡ് ലോൺലി. ഒരു ഒറ്റപ്പെടൽ അവരുടെ ജീവിതത്തിലുണ്ടായി. ഡെസ്പൈറ്റ് ദിസ് ഹാർഡ്ഷിപ്പ് ഷി ഫൗണ്ട് കംഫർട്ട് ഇൻ റീഡിങ് ഓൾ മാഗസീൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ അവർ നേരിട്ടത് എങ്ങനെയാണ്? ഈ സമയം പുസ്തകങ്ങൾ വായിക്കാനും അല്ലെങ്കിൽ പഴയ മാഗസിൻസും ന്യൂസ് പേപ്പേഴ്സും ഒക്കെ വായിക്കാൻ വേണ്ടി അവരത് ഫലപ്രദമായി അത് ഉപയോഗിച്ചു. സ്പാർക്കിംഗ് എ ഡിസൈർ ടു എക്സ്പ്രസ് ഹെർസെൽഫ് ക്രിയേറ്റീവ്ലി. എം ലോപ്പേ's turning point came when she discovered a public toilet in a park where she could write in the early mornings. അപ്പോൾ രാവിലെ വീണ് കിട്ടുന്ന കുറച്ച് സമയം, ഈ സമയം ചെലവഴിക്കാനായി ഒരു സ്ഥലം അവർ കണ്ടെത്തുകയാണ്. അതൊരു ടോയ്ലറ്റ് ആയിരുന്നു, ഒരു പബ്ലിക് ടോയ്ലറ്റ് ആയിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് അവർ തൻ്റെ കഥകളും കവിതകളും എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇതായിരുന്നു അവരുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. ദിസ് സ്മോൾ പ്രൈവറ്റ് സ്പേസ് ബിക്കം ഹെർ സാങ്ച്വറി. ഇത് ഇവരുടെ ഒരു പ്രധാന കേന്ദ്രമായി മാറുകയാണ്. വേർ ഷി പോട്ട് ഹെർ തോട്ട്സ് ഇൻ ടു പോയംസ് ആൻഡ് സ്റ്റോറീസ്. ഇവരുടെ ചിന്തകളെയൊക്കെ ഇവർ ഇവിടെ വെച്ചിട്ടാണ് കവിതകളും കഥകളും ഒക്കെ ആക്കി മാറ്റിയത്. ദ ടോയ്ലറ്റ് ദോ ഹംബിൾ സിംബലൈസസ് ഹൗ ഷി ടേൺഡ് ഹെർ പെയിൻ ആൻഡ് ലോൺലിനെസ് ഇൻ ടു എ സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ എങ്ങനെയാണ് തൻ്റെ ഈ അനുഭവങ്ങൾ അല്ലെങ്കിൽ കഷ്ടപ്പാട്, ദുരിതങ്ങളൊക്കെ ക്രിയേറ്റീവായിട്ട് അവർ ഉപയോഗിച്ചത് എന്നുള്ളത് നമുക്ക് ഈ ഒരു കഥയിൽ നിന്ന് മനസ്സിലാവുന്നു. ഹർ സ്റ്റോറി ടീച്ചസ് us that the difficulties we face today can make us stronger tomorrow. അപ്പോൾ ഇന്ന് നേരിടുന്ന ഓരോ പ്രതിസന്ധികളും ഓരോ പ്രശ്നങ്ങളും ഭാവി ജീവിതത്തിൽ നമ്മളെ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എം ലോപ്പേസ് ഐസൊലേഷൻ ആൻഡ് സ്ട്രഗിൾ ഡിഡ്ന്റ് ബ്രേക്ക് ഹർ. അപ്പോൾ ഇവരുടെ ഈ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഇവരുടെ ഈ കഷ്ടാനുഭവങ്ങൾ ഇവരെ ഒരിക്കലും തളർത്തുന്നില്ല. ഇൻസ്റ്റഡ്, പകരം ദേ ഇൻസ്പയർഡ് ഹർ ടു റൈറ്റ് ആൻഡ് ഫൈൻഡ് ഹർ വോയിസ്. ഇവർക്ക് കൂടുതൽ പ്രചോദനം നൽകുകയാണ് ഈ അനുഭവങ്ങൾ ചെയ്തത്. ഷി ടേൺഡ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഇൻ ടു ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു
ഫേവറബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ അതിനെ ഒരു നല്ല ഒരു ചാൻസ് ആയിട്ട്, ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്, വളരാൻ വേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇവർ ഉപയോഗിക്കുകയാണ്. ഇൻ അവർ ഓൺ ലൈഫ്സ് വി ക്യാൻ ലേൺ ഫ്രം എംലോപ്പേസ് എക്സാമ്പിൾ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. The challenges we encounter can shape our character and drive us to discover our true potential. അപ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ തളരാതെ മുന്നോട്ട് പോകണം. ഈ പ്രതിസന്ധികൾ നമ്മുടെ ക്യാരക്ടറിനെ സ്വാധീനിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ യഥാർത്ഥ കഴിവ് നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കുന്നു. ബൈ എംബ്രേസിങ് അവർ സ്ട്രഗിൾസ് ആൻഡ് യൂസിങ് ദം ആസ് മോട്ടിവേഷൻ. ഇതൊക്കെ നമ്മൾ പ്രചോദനങ്ങളായിട്ട് കാണണം. ഓരോ തടസ്സങ്ങളും പ്രചോദനങ്ങളായിട്ട് കാണുക. കുറച്ചുകൂടി നല്ല രീതിയിൽ അത് ചെയ്യാനുള്ള പ്രചോദനമായിട്ട് വേണം കാണാൻ. വി ക്യാൻ ട്രാൻസ്ഫോം അവർ പെയിൻ ഇൻ ടു സ്ട്രെങ്ത് ആൻഡ് അച്ചീവ് അവർ ഡ്രീംസ്. അങ്ങനെ നമുക്ക് നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയും. ഇൻ ഷോർട്ട്, ചുരുക്കി പറയുകയാണെങ്കിൽ, ജീന എം ലോപ്പേസ് ദ ടോയ്ലറ്റ് ഷോസ് us that personal struggles can lead to strength and growth. അപ്പോൾ നമ്മുടെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മുടെ സ്ട്രെങ്ത്തിനെ കൂട്ടുന്നു, അതുപോലെ നമ്മുടെ വളർച്ചയ്ക്ക് സഹായകരമാകുന്നു. ജേർണി ഫ്രം ഐസൊലേഷൻ ടു ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്, അതായത് ഒറ്റപ്പെടലിൽ നിന്ന് സർഗാത്മകമായ വളർച്ചയിലേക്ക് ഇവിടെ ഈ ഒരു കഥാപാത്രം വരികയാണ്. ഇത് നമ്മളെ കുറേ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അവർ ഹാർഡ്ഷിപ്സ് ക്യാൻ മേക്ക് അസ് സ്ട്രോങ്ങർ ആൻഡ് ഹെൽപ്പ് അസ് ടു ഫൈൻഡ് അവർ പർപ്പസ്. എന്താണ് നമ്മുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ ശക്തരാക്കാൻ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ കാരണമാകുന്നു. അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു റൈറ്റപ്പ് എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം.